ഇത്തവണ രാഹുൽ ഗാന്ധി വയനാട്ടിനൊപ്പം ഉത്തരേന്ത്യൻ തട്ടകം അമേഠിയിൽ നിന്നും റായ്ബറയിലേക്ക് മാറുമ്പോൾ ബാക്കിയാവുന്ന കുറച്ചധികം ചോദ്യങ്ങളുണ്ട്. കോൺഗ്രസിന് ഏകദേശം ഷുവർ ഷോട്ടായിട്ടുള്ള സീറ്റ് 2 മണ്ഡലങ്ങളിൽ നിന്നും വിജയിക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി ഏത് സീറ്റ് ഒഴിയും? വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വരുമോ? എനിക്കൊപ്പം പി ബസന്ത് കൂടി ചേർന്നുണ്ട്. ബസന്തേട്ട, ഈ വയനാട്ടിൻ്റെയും ഒപ്പം റായ്ബറയിലെയും സാധ്യതകൾ എങ്ങനെയാണ്? റായ്ബറേലിയിലേക്ക് രാഹുൽ ഗാന്ധി മാറിയത് തന്നെ ഒരു വലിയ ചർച്ചയായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അമേഠി വിട്ട് റായ്ബറേലിയിൽ വന്ന സംബന്ധിച്ച ചർച്ചകളാണ് ഇന്ന് മുഴുക്കുണ്ടായിരുന്നത്. പക്ഷേ അതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു ചോദ്യം വരുന്നത് റായ്ബറേലി ജയിച്ചാൽ വയനാട് രാഹുൽ ഗാന്ധി ഒഴിയുമോ എന്നുള്ളതാണ്. അപ്പോൾ ചില സൂചനകൾ കോൺഗ്രസ് കേന്ദ്രത്തിൽ നിന്ന് വരുന്നത് ഇതൊക്കെ തന്നെ വലിയ കൃത്യമായ ധാരണയോടുകൂടി തന്നെയാണ് ഇവർ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. റായ്ബറേലിയിൽ പത്രിക നൽകിയതൊക്കെ ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. 2 സാധ്യതകളാണ് അവർ പരിശോധിക്കുന്നത്. ഒന്ന്, ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരികയാണെങ്കിൽ രാഹുൽ ഗാന്ധി വയനാട് രാജിവെക്കില്ല എന്നുള്ളൊരു സൂചനയാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ നൽകുന്നത്. റായ്ബറേലിയിൽ നിന്നും അദ്ദേഹം ആ MP സ്ഥാനം ഒഴിയുകയും അവിടെ പ്രിയങ്ക ഗാന്ധി മത്സരിച്ച് അധികാരത്തിൽ MP ആയി വരികയും ചെയ്യുന്നൊരു സാഹചര്യം. അതേസമയം ഇന്ത്യ സഖ്യം തോൽക്കുന്ന ഒരു സാഹചര്യം വന്നാൽ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി ജയിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമാണെങ്കിൽ വയനാട് ചിലപ്പോൾ രാജിവെക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. എന്ന് വെച്ചാൽ അതിന് പറയുന്നതിന് ഇന്ത്യ സഖ്യത്തിൻ്റെ തന്നെ ഒരാളായിരിക്കും അവിടെ ജയിക്കുന്നത്, ഇടതുപക്ഷത്തിൻ്റെയോ ഒരാളായിരിക്കും അവിടെ ജയിക്കുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആയിരിക്കാം അവിടെ ജയിക്കുന്നത്. അപ്പോൾ ആ ഒരു സാധ്യത മനസ്സിൽ കണ്ടുകൊണ്ടുള്ള ഒരു കണക്കുകൂട്ടലാണ് ഇപ്പോൾ അവർക്കുള്ളത്. കൃത്യമായിട്ടൊരു പ്ലാനിംഗ് ഉണ്ട്, ചർച്ചകളെല്ലാം നടന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ അമേഠിയിൽ നിന്നും റായ്ബറയിലേക്കുള്ള പോക്കിനെ ഒരു ഒളിച്ചോട്ടമായി വ്യാഖ്യാനിക്കേണ്ടതുണ്ടോ? BJPയുടെ ഒരു വ്യാഖ്യാനമാണ് ഒളിച്ചോടുന്നത് എന്നുള്ളത്. പക്ഷേ BJP ഇന്ന് ആ ആരോപണം പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞു, അമിത്ഷാ പറഞ്ഞു കഴിഞ്ഞു, ഇവർ രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് കൃത്യമായി തന്നെ അത് പറയുന്നുണ്ട്. അതിൻ്റെ ചില കാര്യങ്ങൾ അവർ വ്യക്തമാക്കുന്നുണ്ട്. ഗാന്ധി കുടുംബത്തിൻ്റെ ഒരു പരമ്പരാഗത സീറ്റാണ് റായ്ബറേലി എന്ന് പറയുന്നത്. ഫിറോസ് ഗാന്ധി മുതൽ ഇന്ദിരാഗാന്ധി വരെ എല്ലാവരും മത്സരിച്ച് ജയിച്ചിട്ടുള്ള ഒരു സീറ്റാണ് റായ്ബറേലി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആ പാരമ്പര്യം നിലനിർത്തുക എന്നുള്ളൊരു കടമ ഗാന്ധി കുടുംബത്തിനുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ വിശ്വാസം. മറ്റൊന്ന്, ഇന്നത്തെ സാഹചര്യത്തിൽ ആ ഒരു മണ്ഡലം BJPക്ക് അടിയറ വെക്കേണ്ട ഒരു സാഹചര്യമില്ല. അവിടെ ഗാന്ധി കുടുംബത്തിൽ നിന്ന് ഒരാൾ മത്സരിച്ച് തന്നെ അത് നിലനിർത്താൻ കഴിയും. അഥവാ ജയിച്ചാൽ തന്നെ വയനാട് നിലനിർത്തിക്കൊണ്ട് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രിയങ്ക ഗാന്ധിയെ ഇപ്പോൾ മത്സര രംഗത്ത് നിന്ന് മാറ്റി നിർത്തുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. എന്ന് വെച്ചാൽ ഈ BJPയുടെ പ്രചാരണങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ ആരോപണങ്ങൾക്ക് കൃത്യമായ മുനവെച്ചുള്ള മറുപടി നൽകുന്നത് പ്രിയങ്ക ഗാന്ധിയാണ്. പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കാൻ ഇറങ്ങിയാൽ അവിടെ അങ്ങോട്ട് ടൈഡപ്പാവും, അവിടുത്തെ പ്രചരണവുമായി അവർ നിൽക്കും. അപ്പോൾ മറ്റ് രംഗത്ത് അല്ലെങ്കിൽ രാജ്യത്താകമാനമുള്ള കോൺഗ്രസിൻ്റെ പ്രചരണം നയിക്കുന്നതിനും മോദിക്കും അമിത്ഷായ്ക്കും മറുപടി നൽകുന്നതിനുമുള്ള ഒരു സ്റ്റാർ കാമ്പയിനർ എന്നുള്ള നിലയ്ക്ക് പ്രിയങ്ക ഗാന്ധിയുടെ അഭാവം ദേശീയ തലത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് അവർ ഇപ്പോൾ കരുതുന്നത്. ഈ വൈകാരിക ബന്ധം എന്ന് എന്തായാലും പറയുന്ന സമയത്ത് അത് തന്നെയാണ് അവിടെ CPI ആണെങ്കിലും LDFിൻ്റെ സ്ഥാനാർത്ഥി ഒരു ആരോപണമായി ഉയർത്തുന്നത്. കാരണം വയനാടുമായുള്ള വൈകാരിക ബന്ധം ചൂണ്ടിക്കാട്ടിയാണ് രണ്ടാമതും അവരെ വിധി തേടുന്ന ഒരു അവസ്ഥയുണ്ടായത്. അപ്പോൾ അത് വലിയൊരു ആരോപണമായി കേരളത്തിൽ ഉയർത്തുന്നുണ്ട് നിലവിൽ. അല്ല, വയനാടുമായി രാഹുൽ ഗാന്ധിക്ക് വൈകാരിക ബന്ധമുണ്ട്. കാരണം അവിടുത്തെ സിറ്റിംഗ് MP ആണ്. അപ്പോൾ അത് വൈകാരിക ബന്ധമില്ലാതൊന്നും പറയാൻ കഴിയില്ല. മറ്റത് ഈ പറഞ്ഞ പരമ്പരാഗതമായി അവർ മത്സരിച്ച് വരുന്ന സീറ്റ് കോൺഗ്രസിൻ്റെ ഒരു ഇൻഹെറിറ്റൻസ് ഉള്ളൊരു സീറ്റാണ് അത്, അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിൻ്റെ. അപ്പോൾ ആ സീറ്റ് നിലനിർത്തണോ വേണ്ടേ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു വിലയിരുത്തൽ കോൺഗ്രസിൻ്റെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നുള്ളത് വയനാട് നിലനിർത്തിക്കൊണ്ട് തന്നെ അവർ മുന്നോട്ട് പോകും. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അവിടെ പ്രിയങ്ക ഗാന്ധി മത്സരിപ്പിക്കുക എന്നുള്ള ഒരു കൃത്യമായ ഒരു പ്ലാനിങ്ങിൽ തന്നെയാണ് ഇപ്പോൾ വരുന്നത്. എന്ന് വെച്ചാൽ പ്രിയങ്ക ഗാന്ധി എന്നുള്ള സ്റ്റാർ ക്യാമ്പയിനറെ ഒരിടത്ത് മാത്രമായി തളച്ചിടേണ്ടതില്ല എന്നുള്ളതാണ് അവരുടെ പദ്ധതി. എന്തായാലും രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലേക്ക്, പ്രത്യേകിച്ച് റായ്ബറയിലേക്ക് വരുമ്പോൾ ഇന്ത്യ സഖ്യ നേതാക്കൾക്കും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കും വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം നൽകുമെന്നുള്ള കാര്യം ഉറപ്പാണ്.